MRP വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇഫ്കോ ബസാർ വഴി വിത്ത് വാങ്ങുകയും വിത്ത് വിതയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വരെ നമുക്ക് ഇഫ്കോ ബസാറിൽ അവൈലബിൾ ആണ്. സെയിം തന്നെ കിസാൻ ഈ സ്റ്റോറിലും അവൈലബിൾ ആണ്. അങ്ങനെ വിത്ത് വാങ്ങി വിത്ത് വിതച്ച് അതിനാവശ്യമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് കീടനാശിനികളും മറ്റും വാങ്ങിക്കണമെങ്കിൽ വളങ്ങളും മറ്റും വാങ്ങിക്കാനുള്ള ഫെസിലിറ്റി കൂടിയും CSC പോർട്ടൽ വഴി 2 പ്ലാറ്റ്ഫോമിൽ ഇഫ്കോ ബസാറും ഈ കിസാൻ മാർട്ട് വഴി വാങ്ങിക്കാം. അങ്ങനെ വിത്ത് വിതച്ച് വളരെല്ലാം ഇതിന് ശേഷം കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതായത് വിത്ത് വിതച്ചത് തൊട്ട് വിള കൊയ്യുന്ന വരെയുള്ള കാലഘട്ടത്തില് ആ വിളയ്ക്ക് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന കർഷകന് ഉണ്ടാകുന്ന നാശനഷ്ട നികത്തിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്ന പദ്ധതി കൂടി നമുക്ക് CSC വഴി കൊടുക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് കമ്മീഷൻ അവൈലബിൾ ആണ്. അത് സീസണൽ ആയിട്ടാണെന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റാബി 1, 2 ഖാരിഫ് എന്ന് പറയുന്നത് അത്തരത്തില് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിനും CSCക്ക് ആ കർഷകനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിന്റെ കർഷകരുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള പെൻഷൻ സ്കീംസ് എടുക്കണമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ PMKMY പ്രധാനമന്ത്രി കിസാൻ മണ്ഡൽ യോജന എന്ന് പറയുന്ന 3000 രൂപ കിട്ടുന്ന പെൻഷൻ പദ്ധതി കൊടുക്കാം. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി കൊടുക്കുന്നതിന് മുമ്പ് PM ദിശ പദ്ധതികൾ കൊടുത്തിരുന്നത് സൗജന്യമായിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി കൊടുത്തിരുന്നത്. അതുകൂടാതെ നമ്മുടെ CSC അക്കാദമി വഴിയുള്ള വെറും തുച്ഛമായിട്ടുള്ള എമൗണ്ട്, CSC അക്കാദമിയിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കാശ് വളരെ തുച്ഛമായിരിക്കും. അതിനേക്കാൾ മൂല്യമുള്ള ഒരു സിലബസ് ആക്കി അതിനകത്തുള്ളത്. നമുക്ക് 52 രൂപ തൊട്ട് വരെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ 52 രൂപയില് 25 രൂപ ELക്ക് കമ്മീഷനാണ്. അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റുകൾ വരെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടുംബത്തിന് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനായിട്ടൊരു ഫെസിലിറ്റിയും കൂടി അതിനകത്തുണ്ട്. ഇപ്പൊ നമ്മുടെ പൈലറ്റ് ഡ്രോൺ വഴി നമുക്ക് വളം വിത്ത് വിതയ്ക്കുന്നതിനുള്ള ട്രെയിനിങ്ങും CSC വഴി ആരംഭിക്കാൻ പോവാണ്. ഇപ്പൊ നിലവില് ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിൽ മാത്രമാണ് അത് ആരംഭിച്ചിട്ടുള്ളൂ. വെരി സൂൺ നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും വരും. ഇത് കൂടാതെ CSC കേരള ടീം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഈ നൂതനമായിട്ടുള്ള ടെക്നോളജീസ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മളുടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പെൻഡിംഗ് ഉള്ള, ബാക്കിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വരുന്നുണ്ട്. ഇതില് അഗ്രികൾച്ചർ സെക്ഷൻ തന്നെ വരുന്നത് നമുക്ക് CSC അഗ്രിമാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെലി കൺസൾട്ടേഷൻ, പശു ചികിത്സ നമുക്ക് അങ്ങനെ കുറവാണ്. KVK എന്ന് പറഞ്ഞ സംവിധാനം നമുക്കുണ്ട്. കൃഷി വിജ്ഞാൻ കേന്ദ്രയിലുള്ള സെൻട്രൽ മിനിസ്ട്രി അണ്ടറിലുള്ള കൃഷി വിജ്ഞാൻ കേന്ദ്രയിലത്തെ സയന്റിസ്റ്റിന്റെ കൺസൾട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ കിസാൻ സ്റ്റോർ, സോയിൽ ടെസ്റ്റിംഗ് സെന്റർ, ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലാത്തതാണ്, നിലവിൽ ഇല്ലാത്തതാണ്. വെരി സൂൺ അത് വരും. നേരത്തെ പറഞ്ഞ മഹീന്ദ്രയുടെ ട്രാക്ടർ വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷൻ വരെ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മളെങ്ങനെ ഇപ്പൊ എങ്ങനെ നടക്കാൻ പോണ ആൾക്ക് നമ്മുടെ അടുത്ത് വലിയ ചിന്തയായിരിക്കും മോസ്റ്റ്ലി എല്ലാവരുടെ അടുത്ത് ഉണ്ടാവുക. നിങ്ങൾ ഇപ്പൊ ഒരു പക്ഷെ ട്രാക്ടർ വിൽക്കാൻ പറ്റുന്നത് ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. നിങ്ങൾ അറിഞ്ഞിട്ട് ആൾക്കാരിലോ ആവശ്യമുള്ള ആൾക്കാരിലോട്ട് എത്തിക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷെ നമുക്ക് വരുമാനം കിട്ടാവുന്ന ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൂടാതെ ഇഫ്കോ ബസാർ, നേരത്തെ ഞാൻ പറഞ്ഞ വിവിധ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ഇഫ്കോ ബസാർ നമുക്ക് അവൈലബിൾ ആണ്.